പരിശ്രമങ്ങൾ പരാജയപ്പെടാം, പക്ഷേ പ്രാർത്ഥനകൾ പരാജയപ്പെടില്ല. ദൊഡ്ഡള്ളഹള്ളി കെമ്പേഗൌഡ ശിവകുമാർ എന്ന DK എപ്പോഴും പറയുന്നതാണ് ഇത്. ഒടുവിൽ DKയുടെ പ്രാർത്ഥന ഫലം കണ്ടു. ഭരണഘടന മുറുകെ പിടിച്ച് കന്നഡ നാടിന്റെ 34ാമത്തെ മുഖ്യമന്ത്രിയായി DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലോക് ഭവനിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാഹുൽ ഗാന്ധിയെയും BD സതീശനടക്കം കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞ. നിരവധി പ്രമുഖരാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് അവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം. ನಾನು DK ಶಿವಕುಮಾರ್ ಎಂಬ ಹೆಸರಿನಾದ ನಾನು ಕಾನೂನು ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನ ವಿಷಯದಲ್ಲಿ ನಿಜವಾದ ಶ್ರದ್ಧೆ ಮತ್ತು ನಿಷ್ಠೆಯನ್ನು ಹೊಂದಿರುತ್ತೇನೆಂದು ನಾನು ಭಾರತದ ಸಾರ್ವಭೌಮತ್ವವನ್ನು ಮತ್ತು ಅಖಂಡತೆಯನ್ನು ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯವನ್ನು ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಅಂತಃಕರಣಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆಂದು ಭಯ ಅಥವಾ ಪಕ್ಷಾತೀತವಲ್ಲದೆ ರಾಗ ದ್ವೇಷವಿಲ್ಲದೆ ಎಲ್ಲ ಬಗೆಯ ಜನರಿಗೆ ಸಂವಿಧಾನಕ್ಕೆ ಮತ್ತು ಕಾನೂನಿಗೆ ಅನುಸಾರವಾಗಿ ನ್ಯಾಯಯುತವಾಗಿ ಮಾಡುತ್ತೇನೆಂದು ನನ್ನ ಅಜ್ಜ ಗಂಗಾಧರಜ್ಜನ ಹೆಸರಿನಲ್ಲಿ ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ. ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಪ್ರತಿಜ್ಞೆಯನ್ನ ಮಾಡುತ್ತೇನೆ. ಮಾನ್ಯ ಮುಖ್ಯಮಂತ್ರಿಗಳು ಈಗ ಪ್ರಮಾಣ ವಚನಕ್ಕೆ ಸಹಿ ಮಾಡಲಿದ್ದಾರೆ. ನಾನು DK ಶಿವಕುಮಾರ್ ಎಂಬ ಹೆಸರಾದ ನಾನು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಪರ್ಯಾಲೋಚನೆಗೆ ತರಲಾಗುವ ಅಥವಾ ನನಗೆ ತಿಳಿಯದೆ ಬರುವ ಯಾವುದೇ ವಿಷಯವನ್ನು ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯವನ್ನು ಮುಕ್ತ ನಿರ್ವಹಣೆ ಅಗತ್ಯವಾಗುವುದೆಂದು ಸಂದರ್ಭದಲ್ಲಿ ಅಲ್ಲದೆ ಅನಾತ್ಯ ಯಾರೇ ವ್ಯಕ್ತಿಗೆ ಅಥವಾ ವ್ಯಕ್ತಿಗಳಿಗೆ ಪ್ರತ್ಯೇಕವಾಗಿ ಅಥವಾ ಪರೋಕ್ಷವಾಗಿ ತಿಳಿಸುವುದಿಲ್ಲ ಅಥವಾ ಬಹಿರಂಗಪಡಿಸುವುದಿಲ್ಲ ಎಂದು ನನ್ನ ಅಜ್ಜನ ವೀರ ಗಂಗಾಧರ ಅಜ್ಜರ ಹೆಸರಿನಲ್ಲಿ ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ. ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಪ್ರತಿಜ್ಞೆಯನ್ನ ಮಾಡುತ್ತೇನೆ. ಧನ್ಯವಾದಗಳು ಸರ್. അങ്ങനെ പ്രൗഢഗംഭീരമായ ചടങ്ങിനെ സാക്ഷിയാക്കി DK അധികാരത്തിലേക്ക് കയറുകയാണ്. G പരമേശ്വരയാണ് ഉപമുഖ്യമന്ത്രി. മലയാളികളായ KJ ജോർജും UT ഖാദറും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യയ്ക്കുമുണ്ട് DK മന്ത്രിസഭയിൽ ഒരു നിർണായക റോൾ. മകന് പുറമെ മന്ത്രിസഭയിലെ G പരമേശ്വര, MB പാട്ടീൽ, KJ ജോർജ്, ഭൈരതി സുരേഷ്, KH മുനിയപ്പ ഇവരെല്ലാം സിദ്ധരാമയ്യയുടെ വിശ്വസ്തർ തന്നെയാണ്. നമുക്കറിയാം 2023 അധികാരത്തിലെത്തിയപ്പോൾ തീരുമാനിച്ചതാണ് മുഖ്യമന്ത്രി പദത്തിൽ 2.5 വർഷം എന്ന ടേം വ്യവസ്ഥ. പക്ഷേ സാക്ഷാൽ സിദ്ധരാമയ്യയെ മെരുക്കി ഒന്നാമനാകാൻ 3 വർഷം കാത്തിരിക്കേണ്ടി വന്നു DK ശിവകുമാറിന്. മുന്നിലുള്ളത് ചുരുങ്ങിയ സമയം മാത്രമാണ്. നേരിടാനുള്ളത് നിരവധി വെല്ലുവിളികളാണ്. വൊക്കലിംഗ വോട്ടുകൾ അനുകൂലമാകുമ്പോൾ അഹിന്ദ വോട്ടുകൾ ചോരാതെ നോക്കണം. DKയെ സംബന്ധിച്ച് 2028 ഭരണ തുടർച്ച നേടണമെങ്കിൽ ഇതൊക്കെ ഉറപ്പാക്കേണ്ടതുണ്ട്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് MPമാരെ സമ്മാനിക്കണം. അങ്ങനെയൊക്കെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് DKയുടെ ചുമലിലുള്ളത്. അതിൽ ഭിന്നതകൾ ഉണ്ടാകാതെ മുന്നോട്ട് പോവുക എന്നത് ഉറപ്പാക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. നമുക്ക് ആരാണ് DK എന്നതുകൂടി ഒന്ന് പരിശോധിച്ചാൽ, നിരവധി പ്രതിസന്ധികളിൽ നിന്ന് പാർട്ടിയെ കരകയറ്റിയ കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടറാണ് ഇനി കർണാടകയെ നയിക്കാൻ പോകുന്ന ഈ DK ശിവകുമാർ. അതുകൊണ്ട് തന്നെ കർണാടകത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ ആകെ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് DK ശിവകുമാർ. ഇങ്ങ് കേരളത്തിൽ നമുക്കറിയാം BD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചടങ്ങിൽ DK പങ്കെടുത്തിരുന്നു. ആ DK സ്റ്റേജിലേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള ആരവം എത്രമാത്രം വലുതായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ഉള്ളിൽ DKയുടെ സ്ഥാനം. DK വന്നാൽ അവിടെ ജനം ഇളകുന്ന ഒരു സാഹചര്യമാണ്. അത് ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നമ്മൾ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ കണ്ടതാണ്. 1962 മെയ് 15 കർണാടകയിലെ രാമനഗര ജില്ലയിലെ കനകപുരയിലുള്ള വൊക്കലിംഗ കുടുംബത്തിൽ കെമ്പേഗൌഡയുടെയും ഗൗരമ്മയുടെയും മകനായാണ് ദൊഡ്ഡള്ളഹള്ളി കെമ്പേഗൌഡ ശിവകുമാർ അഥവാ DK ശിവകുമാർ ജനിക്കുന്നത്. ക്യാമ്പസ് കാലഘട്ടത്തിലാണ് ശിവകുമാർ രാഷ്ട്രീയ കളരിയിലേക്ക് പ്രവേശിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൽ ചേർന്ന് 1983-85 കാലത്ത്
സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം മാറി. 87-ൽ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആദ്യ ജയം. 85-ൽ സത്തന്നൂർ നിയമസഭയിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ HD ദേവഗൌഡയ്ക്കെതിരെ 25-ാം വയസ്സിൽ മത്സരിച്ചു, പക്ഷേ തോറ്റുപോയി. ഹൊളനസപുര മണ്ഡലത്തിലും ജയിച്ച ദേവഗൌഡ രാജിവെച്ചതിനാൽ പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലൂടെ സത്തന്നൂരിൽ അദ്ദേഹത്തിന് കന്നി വിജയം ലഭിച്ചു. പിന്നീട് 2 തവണ മണ്ഡലം നിലനിർത്തിയ ശിവകുമാർ അങ്ങനെ കർണാടക രാഷ്ട്രീയത്തിൽ സത്തന്നൂരിന്റെ കടുവ എന്ന് അറിയപ്പെട്ടു. പാർട്ടിയിലെ വലിയ ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിക്കാനും വിവിധ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പ്രതിസന്ധികൾ പരിഹരിക്കാനും കോൺഗ്രസ് MLA-മാരെ കൂറുമാറ്റത്തിൽ നിന്ന് സംരക്ഷിക്കാനുമൊക്കെ പാർട്ടി ഹൈക്കമാൻഡ് ഏൽപ്പിക്കുന്ന വ്യക്തി DK ആണ്. കുതിരക്കച്ചവടം തടയാൻ MLA-മാരെ റിസോർട്ടുകളിൽ രഹസ്യമായി പാർപ്പിക്കുന്ന റിസോർട്ട് രാഷ്ട്രീയ തന്ത്രം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ നേതാവാണ് DK ശിവകുമാർ. 2002-ൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിലാസ് റാവു ദേശ്മുഖിനെതിരായ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്താൻ കോൺഗ്രസ് MLA-മാരെ കർണാടകയിലെ റിസോർട്ടിൽ പാർപ്പിച്ച് വിശ്വാസ വോട്ടെടുപ്പ് ദിവസം മുംബൈയിലെത്തിച്ചത് അന്ന് കർണാടക നഗര വികസന മന്ത്രിയായിരുന്ന ശിവകുമാറാണ്. 2017-ൽ ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിയുടെ ഉറ്റ അനുയായിയായിരുന്ന അഹമ്മദ് പട്ടേലിന്റെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ജയം ഉറപ്പിക്കാൻ 44 കോൺഗ്രസ് MLA-മാരെ ബംഗളൂരു റിസോർട്ടിലേക്ക് മാറ്റി. MLA-മാരെ BJP ചാക്കിടുന്നത് തടയാനായിരുന്നു അത്. അന്നത്തെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയോ സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് G പരമേശ്വരയോ അറിയാതെയായിരുന്നു ഈ അന്നത്തെ DK ശിവകുമാറിന്റെ ഈ ഓപ്പറേഷൻസ് ഒക്കെ. 2018-ൽ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൂക്കുസഭയുണ്ടായപ്പോൾ BJPയുടെ ഓപ്പറേഷൻ താമര തടയാൻ കോൺഗ്രസ് MLA-മാരെ അദ്ദേഹം റിസോർട്ടിലേക്ക് മാറ്റി. 2021-ലെ അസം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് MLA-മാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും പാർട്ടി ഏൽപ്പിച്ചത് DK ശിവകുമാറിനെ ആയിരുന്നു. കർണാടകയിൽ BJP സ്വാധീനം വർദ്ധിപ്പിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെടാതെ നിലനിർത്താൻ ശിവകുമാറിന്റെ ജനപ്രീതിക്ക് കഴിഞ്ഞു. അപ്പോഴും ഈ അദ്ദേഹത്തിന്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ചേർത്ത് അദ്ദേഹത്തിന് BJPയുമായിട്ടുള്ള അടുപ്പം ചില ഘട്ടങ്ങളിലൊക്കെ വെല്ലുവിളി ഉയർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പാർട്ടി മറ്റിടങ്ങളിൽ പലയിടങ്ങളിലും തോറ്റപ്പോൾ 2022-ൽ കർണാടകയിൽ മികച്ച വിജയം ഒരുക്കിയതിൽ വലിയ ഒരു റോൾ DK ശിവകുമാറിനുണ്ട്. 2002-ൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിലാസ് റാവു ദേശ്മുഖിനെതിരായ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്താൻ കോൺഗ്രസ് MLA-മാരെ കർണാടകയിലെ റിസോർട്ടിൽ പാർപ്പിച്ച് വിശ്വാസ വോട്ടെടുപ്പ് ദിവസം മുംബൈയിലെത്തിച്ച് അന്ന് കർണാടക നഗരവികസന മന്ത്രിയായിരുന്ന ശിവകുമാറാണ് ആ ഓപ്പറേഷൻസ് ഒക്കെ വളരെ വിജയകരമായി പൂർത്തിയാക്കിയത്. നമ്മൾ ഗുജറാത്തിലെ കാര്യങ്ങൾ കണ്ടതാണ്. അങ്ങനെ നിരവധി തവണ പാർട്ടിയെ പ്രതിസന്ധിയിൽ നിന്ന് ഒക്കെ രക്ഷിച്ചിട്ടുള്ള, അതിന്റെ ഉത്തരവാദിത്വം വഹിച്ചിട്ടുള്ള, അതിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തിയായിരുന്നു DK ശിവകുമാർ. അത് കർണാടകയിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമൊക്കെ ആ ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ്. ഓപ്പറേഷൻ താമര തടയാൻ പലയിടത്തും കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം അവതരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഓരോ സംസ്ഥാനത്തിലും വിശ്വസിച്ച് ഹൈക്കമാൻഡ് ആ ചുമതല DK ശിവകുമാറിനെ ഏൽപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പാർട്ടിയെ കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് DK ശിവകുമാർ. ഏറെ കാത്തിരിപ്പിനൊടുവിലാണ്, ഇപ്പോൾ ഏറെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് DKക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ലഭ്യമാകുന്നത്. ആ റോൾ ഇനി വഹിക്കാൻ പോവുകയാണ്. ആ റോളിലേക്ക് DK ശിവകുമാർ എത്തുമ്പോൾ രാജ്യത്തെ ഏറ്റവും ധനികരായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായി DK ശിവകുമാർ മാറിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വെളിപ്പെടുത്തിയത് പ്രകാരം 1413 കോടി രൂപയുടെ സ്വത്തുണ്ട് DK ശിവകുമാറിന്. ഒരുപക്ഷെ ഏറ്റവും സ്വത്തുള്ള മുഖ്യമന്ത്രിയാണ് കർണാടകയിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തിരിക്കുന്ന DK ശിവകുമാർ. കർണാടകയിലെ ഗ്രാനൈറ്റ് ഖനന മേഖലയിൽ വൻ നിക്ഷേപം ഉള്ള വ്യക്തിയാണ്. സ്കൂളുകളും കോളേജുകളും അടക്കം നിരവധി സ്ഥാപനങ്ങളും അദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. വൻ കമ്പനികളിൽ പങ്കാളിത്തമുണ്ട്. അതിനാൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തുമൊക്കെ അധികാരത്തിൽ നിന്ന് പുറത്തായപ്പോഴും പാർട്ടിയെ സാമ്പത്തികമായി സഹായിക്കാൻ DKക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആപത്ഘട്ടങ്ങളിൽ പാർട്ടിയെ സഹായിച്ചതിന്റെ ഫലമായി അനധികൃത സ്വത്ത് സമ്പാദന കേസുകളും റെയ്ഡുകളും ഒക്കെ DK ശിവകുമാർ നേരിടുന്നുമുണ്ട്. സമ്പത്ത് അധികമുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. പല സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് നേതാക്കൾ ആശ്രയിക്കുന്ന നേതാവ് കൂടിയാണ് DK ശിവകുമാർ. കർണാടകയിൽ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണയുള്ള അനുഭവ സമ്പത്തുള്ള സിദ്ധാരാമയ്യയെ മാറ്റാൻ ഹൈക്കമാൻഡിനെ പ്രേരിപ്പിച്ചതിന് പിന്നിൽ എന്നാൽ ഇതൊന്നും അല്ല ഘടകം. ജനപ്രീതിക്കൊപ്പം
റിസോർട്ട് രാഷ്ട്രീയം അടക്കം അടവുകളിലൂടെ പാർട്ടിയെ രക്ഷിച്ചതിൻ്റെ കടപ്പാടും മറ്റുമാണ് ഏറ്റവും പ്രധാന ഘടകമായി വരുന്നത്. നമുക്കറിയാം കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വി ഡി സതീശന്റെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന ഘടകം അത് ജനഹിതം എന്നതായിരുന്നു. അങ്ങനെ ഒരു ജനഹിതത്തിന്റെ കണക്കെടുപ്പ് കൂടിയാണ് കർണാടകയിൽ DKയ്ക്കും ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വഴിയൊരുക്കൽ കൂടിയാണ് ആ തെരഞ്ഞെടുപ്പിലൂടെ ഇപ്പോൾ ഹൈക്കമാൻഡ് കാണിച്ചു തരുന്നത്. അങ്ങനെ നിരവധി പ്രതിസന്ധികളിൽ പാർട്ടിയെ കരകയറ്റിയ ട്രബിൾ ഷൂട്ടർ ഇനി കർണാടകയെ നയിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് മുന്നിലുള്ളത് നിരവധി വെല്ലുവിളികളാണ്. അതെങ്ങനെ അദ്ദേഹം മറികടക്കുന്നു എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.